ഇവിടെ തുടക്കം തന്നെ ഒരു ഫസ്റ്റ് ഇയർ ക്ലാസ് റൂം ആണ് കാണിക്കുന്നത്. ഒരു മിസ്സാണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിന്റെ അടുത്ത് വന്നിട്ട് ഡസ്റ്റർ കൊടുത്തതിന് ശേഷം പറയാണ്, സീനിയേഴ്സ് ആര് വന്ന് ചോദിച്ചാലും ഈ ഡസ്റ്റർ അവർക്ക് കൊടുക്കാനേ പാടില്ല, അവരത് നശിപ്പിച്ചിട്ടാ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഒരിക്കലും നമ്മളെ ഡസ്റ്റർ അവരുടെ കയ്യിൽ പോകരുതെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിന്റെ കയ്യിൽ ഡസ്റ്റർ വെക്കാനായിട്ട് കൊടുക്കാം. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഹീറോ വിജയ് ആണെന്ന് വെച്ചാൽ ആ ഡസ്റ്റർ അന്വേഷിച്ചിട്ട് ആ ഒരു ഫസ്റ്റ് ഇയർ ക്ലാസ് റൂമിലേക്ക് വരാണ്. ഈ ഒരു പെണ്ണിനോട് ഡസ്റ്റർ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവളാന്ന് വെച്ചാൽ ഇല്ല, എനിക്ക് ഡസ്റ്റർ എവിടെ നിന്ന് അറിയില്ല എന്ന് നോണ പറഞ്ഞ് അവൻ അവിടെ നിന്ന് പറഞ്ഞേക്കാണ്. വിജയ് ക്ലാസിന്റെ പുറത്ത് പോയതും അകത്തേക്ക് നോക്കിയപ്പോൾ ആ പെണ്ണ് ഡസ്റ്റർ ഒളിപ്പിച്ച് വെക്കുന്നത് അവൻ കാണാണ്. അതുകൊണ്ട് തന്നെ അവൻ അകത്തേക്ക് വീണ്ടും തിരിച്ചു വന്നതിന് ശേഷം അവളുടെ കയ്യിൽ നിന്ന് ആ ഡസ്റ്റർ തട്ടിപ്പറിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതറിഞ്ഞ് ക്ലാസ്സിലേക്ക് വന്ന മിസ്സാണെന്ന് വെച്ചാൽ ഡസ്റ്റർ സീനിയറിന് കൊടുത്ത കാരണം അവൾ ഒരുപാട് വഴക്ക് പറയാണ്. എന്നാൽ വഴക്ക് പറയുന്ന സമയത്ത് തന്നെ കറക്റ്റ് വിജയും അത് കാണുന്നുണ്ട്. അവൻ കാരണം അവൾക്ക് ചീത്ത കേൾക്കേണ്ട വന്നതിൽ അവനക്കും ഒരുപാട് സങ്കടം വരുന്നുണ്ട്. പിന്നീട് ആ ഒരു ഡസ്റ്റർ കാരണം തന്നെ അവർ തമ്മിൽ ഇഷ്ടത്തിലാവാണ്. പറയാതെ അവർക്ക് രണ്ടുപേർക്കുള്ളിൽ പ്രണയം വിളിക്കാണ്. ഇവൾക്കും അവനോട് ഒരുപാട് ഇഷ്ടം തോന്നുന്നുണ്ട്. ഏത് ബുക്ക് വാങ്ങിയാലും അവൾ ഫസ്റ്റ് തന്നെ ബുക്കിന്റെ ഫ്രണ്ടിലായിട്ട് വിജയുടെ പേരാണ് എഴുതുന്നത്. അതുപോലെ തന്നെ ബെഞ്ചിൽ ഒരു ദിവസം വിജയുടെ പേര് എഴുതുന്നതിന്റെ ഇടയിൽ മിസ് പിടിക്കുന്നുണ്ട്. ഒരു ദിവസം എക്സാം ടൈമില് ബുക്കുകളെല്ലാം എടുത്തു വെക്കുന്ന കൂട്ടത്തില് ഈ ഒരു ഹീറോയിൻ അറിയാതെ ഫോണും എടുത്തു വെക്കുന്നുണ്ട്. അങ്ങനെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇവളുടെ ഫോൺ ബാഗിൽ കിടന്ന് റിങ് ചെയ്യാണ്. ഇതെല്ലാവരും കേൾക്കുന്നുണ്ട്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സ്കൂളിലെ ബുക്ക് ഉണ്ടെങ്കിൽ യെസ് എന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാം. ഹീറോയിന്റെ തൊട്ടപ്പുറത്തായിട്ട് എക്സാം എഴുതാനായിട്ട് ഇരുന്നിരുന്നത് വിജയ് ആയിരുന്നു. ഇത് ആരുടെ ബാഗിൽ നിന്നാണ് ഫോൺ റിങ് ചെയ്യുന്നതെന്ന് സാർമാരൊക്കെ ചോദിക്കുന്ന നേരം വിജയ് എഴുന്നേറ്റ് നിൽക്കാണ്. ഹീറോയിൻ എഴുന്നേറ്റ് നിൽക്കുന്നതിന് മുമ്പാണ് വിജയ് എഴുന്നേറ്റ് നിന്ന് അത് എന്റെ ബാഗാണ് എന്ന് പറയുന്നത്. എന്നാൽ ആ ഒരു മിസ്സിന് അറിയായിരുന്നു അത് അവന്റെ ബാഗല്ല എന്നുള്ള കാര്യം. അവളും അത് അവന്റെ ബാഗല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അത് കൺഫേം ചെയ്യാൻ വേണ്ടി അവളുടെ ബാഗിൽ ഒരു ബുക്ക് തുറന്ന് നോക്കുമ്പോൾ അതിന്റെ ഫസ്റ്റ് പേജിൽ തന്നെ വിജയ്ന്ന് ഇവന്റെ പേരാണ് എഴുതിയിരിക്കുന്നത്. അത് കേട്ട് അവനും ആകെ നെട്ടാണ്. അതുപോലെ തന്നെ ഈ റിങ് ചെയ്ത ഫോണിന്റെ വാൾപേപ്പർ തന്നെ അവന്റെ ഫോട്ടോ ആയിരുന്നു. അങ്ങനെ അവർ പരസ്പരം ലവ് പറയാതെ തന്നെ ലവ് ചെയ്യാണ്. ആ ഒരു പെണ്ണിന് അവനെ ഇഷ്ടമാണെന്നുള്ള കാര്യം വിജയ്ക്ക് മനസ്സിലാവുന്നുമുണ്ട്.